ഇനിയും എത്ര മതിലുകൾ ഭേദിക്കണം ജീവിതമേ നിന്റെ നിറങ്ങൾ കാണാൻ. വിധി സാഹിറയ്ക്ക് മുമ്പിൽ നിരവധി മതിലുകൾ തീർക്കുമ്പോൾ അരണ്ട വെളിച്ചത്തിൽ അവൾ കുറിച്ചിട്ടതിങ്ങനെ. മതിലുകളില്ലാത്തത് അക്ഷരങ്ങൾക്ക് മാത്രമായിരുന്നു. എഴുത്തിലൂടെയും കവിതയിലൂടെയും കുറ്റിപ്പുറത്തെ സാഹിറ കുടുംബം പോറ്റുമ്പോൾ ഇത്തിരി വെട്ടത്തിനായിരുന്നു അനുമതി ചോദിച്ചത്. മറുപടിയും കിട്ടി. വൈദ്യുതി കണക്ഷന് പകരം വർഷങ്ങൾ അത്രയും നടന്ന വീട്ടിലേക്കുള്ള വഴി ഭൂവുടമ മതിൽ തീർത്തു മുടക്കി. ഇതുവരെ വർഷങ്ങളായിട്ട് വഴി നടന്നിരുന്നത് ഒരു സ്വകാര്യ വ്യക്തിൻ്റെ ഭൂമിയിലൂടെയാണ്. അപ്പോൾ കറണ്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തോട് കൺസെൻറ്റ് ചോദിച്ചിരുന്നു. അപ്പോൾ കൺസെൻറ്റ് തരില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണോ എന്താണെന്നറിയില്ല. ഇന്നലെ കല്ല് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ നടന്നിരുന്ന വഴി അടച്ചിട്ടുള്ള സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അനിയനും അനിയത്തിയും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്. ഇനി ഏത് വഴി കൂടെ പോകണം എന്നൊന്നും അറിയില്ല. വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. സുമനസുകളുടെ സഹായത്തിലാണ് ഡിഗ്രി 1ാം വർഷ വിദ്യാർത്ഥിനിയായ സാഹിറക്ക് മിച്ചഭൂമിയിൽ വീടൊരുങ്ങിയത്. സാഹിറ കവിത എഴുതി കിട്ടുന്ന തുച്ഛ വരുമാനമാണ് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഉമ്മയ്ക്കും അനിയനും അനിയത്തിക്കും ആശ്രയം. സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനാൽ നേരത്തെയും പല രീതിയിലുള്ള അക്രമങ്ങളുണ്ടായിരുന്നു. ഇനി വഴി തെളിയിച്ചു കൊടുക്കേണ്ടത് അധികാരികളാണ്. ഷമീമ സലാം, മാതൃഭൂമി ന്യൂസ്, തിരൂർ.